എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ മോൺട്രിയലിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ CEO, AOGയുടെ CEO അവരൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഇവൻ്റ് ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് കുറച്ച് സംസാരിച്ചല്ലോ എന്ന്. മറ്റൊന്നുമല്ല, കാനഡയിൽ എന്തെങ്കിലും തരം ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ, പേഴ്സൺസ് ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ, മസ്റ്റായിട്ടും നിങ്ങളുടെ പോളിസിക്ക് ഒരു പോളിസി ഗാർഡിയനെ വയ്ക്കാം. അത് അഡ്വൈസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം. അതായത് എനിക്ക് എൻ്റെ പോളിസിക്ക് ഒരു പോളിസി ഗാർഡിയനെയും കൂടി വെക്കണം. ബെനിഫിഷ്യറീസ് അല്ല. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ബെനിഫിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ആ കവറേജ് എമൗണ്ട് കിട്ടുന്നത് ഏത് വ്യക്തിക്ക്, അവരാണ് ബെനിഫിഷ്യറീസ്. പോളിസി ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇമോഷണലി ഡൗൺ ആയിരിക്കും. ആ ഒരു സമയത്ത് അവർക്ക് അതിനെക്കുറിച്ച് ക്ലെയിംസ് പ്രോസസ്സ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലെയിം, നമ്മുടെ പോളിസിയുടെ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും അവർക്ക് ചിലപ്പോൾ മെൻ്റലി അവർ റെഡി ആയിരിക്കില്ല. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെയാവാം, അതായത് ഒരു റിലേറ്റീവ് ആവാം. കാരണം നമ്മുടെ വീടിനുള്ളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ചും കൂടി വീക്കായി പോകും ആ ഒരു മൊമെൻറ്റിൽ. സോ നമ്മുടെ ഒരു റിലേറ്റീവ് ആവാം, നമ്മൾ വളരെ അടുത്തുള്ള ഒരു ബന്ധു ആവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്താവാം. അവരെ പോളിസി ഗാർഡിയനായിട്ട് വയ്ക്കുക. ഇവരെ നമ്മൾ പോളിസി ഗാർഡിയനായിട്ട് വയ്ക്കുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും നിങ്ങളുടെ അഡ്വൈസറിനും തമ്മിലൊരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അഡ്വൈസറിനെ റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? കാനഡയിൽ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ക്ലെയിം ചെയ്യപ്പെടാണ്ട് പോകുന്നത് ഓരോ വർഷവും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വ്യക്തികൾ പോളിസി എടുത്തു, അവരതിനുള്ള പ്രീമിയംസ് എല്ലാം പേ ചെയ്തു, പക്ഷേ ഇവർക്ക് പോളിസി ഉള്ള ഒരു കാര്യം ആരുടെ അടുത്തും പറഞ്ഞില്ല. ഫാമിലിക്ക് അറിയാം, ചിലവർക്ക് അറിയാം, ഓക്കെ പോളിസി ഉണ്ടെന്നറിയാം, പക്ഷേ എവിടെയാണോ, ആരാണോ അഡ്വൈസർ, ഇതൊന്നും അറിയില്ല. അതുപോലെ ചിലവരാണെന്നുണ്ടെങ്കിൽ പറയൂല, ദേ കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് പ്രൈവറ്റ്. നിങ്ങൾക്കൊരു പോളിസി ഉണ്ട്, നിങ്ങൾ അതിന് വേണ്ടി പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ യുവർ ഫാമിലി ഷുഡ് നോ ദാറ്റ്. അങ്ങനെ വരുമ്പോഴാണ് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഷുഡ് നോ യു ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് സംതിങ് ഫോർ ദം. സോ ഇത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും, നിങ്ങൾക്ക് ഓൾറെഡി പോളിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പോളിസി ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.